ആള് ഒറ്റ ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകളായതുകൊണ്ട് രാവിലെ തന്നെ മെട്രോ നമ്മളൊന്നും കയറ്റി ആ സമയത്ത് ആരും കയറ്റിയില്ല. ലക്ഷക്കണക്കിന് ആൾക്കാരെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ ആ മെട്രോന്റെ നേരെ താഴെ കൂടെ നടന്ന് പാലസ് റോഡ് വലിയ കുന്ന് കയറി അങ്ങ് ലാസ്റ്റ് പോയി ചുറ്റി വളഞ്ഞിട്ട് അങ്ങോട്ട് കല്ലെറിയാൻ വന്നത്. ഒരുപാട് തളർന്നു പോയിരുന്നു എല്ലാവരും. വെയിലത്ത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എല്ലാരും മിനയിലെ ടെന്റുകളാ. ഇതാണ് ജംറത്തുൽ വുസ്ത. താഴെ മുതൽ മുകളിൽ വരെ ഉണ്ട് കേട്ടോ. അത് ജംറത്തുൽ ഊല. അവിടെ കല്ലെറിഞ്ഞിട്ടാണ് കുറെ ആളുകൾ തിരിച്ചു പോകുന്നത് കണ്ടത്. അപ്പൊ ഗവൺമെന്റിൽ വരുന്നതാണെങ്കിലും പ്രൈവറ്റിൽ വരികയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് പ്രൈവറ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഉസ്താദ്മാര് കൂടെ ചെയ്യിപ്പിച്ചോളും. സമയം വെയിലില്ലാത്ത സമയം നോക്കി വന്നിട്ട്. മിനയിലെ ടെന്റുകൾ കണ്ടില്ലേ? ഈ ടെന്റിലാണ് നമ്മൾ എന്താക്കുക, രാപ്പാർക്ക. മിനയിലെ രാപ്പാർക്കേണ്ട ടെന്റുകളാണ്. ലാസ്റ്റിലൊരു പള്ളി കണ്ടോ, മസ്ജിദുൽ ഖൈഫ്. അതാണ് മിനയിലെ പള്ളി. ആ മിനയിലെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ലാസ്റ്റ് 4 വലിയ മിനാരങ്ങൾ കണ്ടോ, 4 മിനാരം. എവിടെ? അതാണ് മസ്ജിദുൽ ഖൈഫ്. ഞങ്ങൾ രാപ്പാർത്തതൊക്കെ ആ പള്ളിയുടെ മുമ്പിൽ കടന്നുറങ്ങിയിട്ടാണ്. കാരണം ഞങ്ങൾ മിനന്റെ പുറത്താണല്ലോ. ആ മേലെ പോകുന്ന റോഡ് ഉണ്ടോ, മേലെ കൂടി പോകുന്ന റോഡ്, അതാ അതിലെ ലാസ്റ്റ് പോകുന്നുണ്ടോ റോഡ്. ആ മേലകളിലേ നടന്നു പോയതാ രാജ്യമാര്. ലക്ഷക്കണക്കിന് വലിയ 4 വരി പാതയാണ്. 2 4 വരി പാത, 8 വരി പാതയിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാ. അതേ എല്ലാ ഭാഗത്തുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. ഇത് കിങ് ഖാലിദ് പാലം എന്ന് പറയും. ഈ പാലം ഇത് പ്രധാനപ്പെട്ട ഒരു പാലാണ്, കിങ് ഖാലിദ് പാലം. നമ്മുടെ ഹജ്ജാജിമാർ, കേരളത്തിൽ നിന്ന് വന്ന, ഗവൺമെന്റിൽ നിന്ന് വന്ന ഹജ്ജാജിമാർ കൂടുതലുണ്ടായത് ഈ കിങ് ഖാലിദ് പാലത്തിന്റെയും ഈ അടുത്ത പാലുണ്ട് കിങ് അബ്ദുള്ള പാലത്തിന്റെയും ഇടയിലായിട്ടായിരുന്നു. ഈ പാലല്ല, നെക്സ്റ്റ് വേറൊരു പാലുണ്ട്. ഇവിടൊക്കെ ഈ എത്ര വലിയ കോടീശ്വരന്മാരാണെങ്കിലും ഈ ടെന്റിലാണ് മിനയിൽ 4 ദിവസം രാപ്പാർക്കേണ്ടത്. യൗമുത്തർവിയ എന്ന് പറയുന്ന ദുൽഹിജ്ജ് 7 അന്ന് എല്ലാവരും എന്താക്കും, മിനയിലേക്ക് വന്ന് രാപ്പാർക്കും. ഈ മിനയിൽ നിന്ന് ദുൽഹിജ്ജ് 8 അന്ന് രാത്രിയോടുകൂടി എന്താക്കും, അറഫയിലേക്ക് ഹജ്ജാജിമാരെ കൊണ്ടുപോകും. അറഫയിൽ നിന്ന് ദുൽഹിജ്ജ് 9 അന്ന് രാത്രി മഗ്‌രിബിന് ശേഷം അടുത്തേക്ക് പിന്നെ തിരിച്ചു കൊണ്ടുവരും. മിനയിലേക്ക് തന്നെ തിരിച്ചു മുസ്ദലിഫയിലേക്ക് വരും. മുസ്ദലിഫയിൽ നിന്ന് പിന്നെ അടുത്തേക്ക് കൊണ്ടുപോകും, മിനയിലേക്ക് കൊണ്ടുവരും. മിനയിൽ നിന്ന് ജംറയിലേക്ക് കല്ലെറിയാൻ വരും. കല്ലെറിഞ്ഞ് പിന്നെ തിരിച്ച് തല മുണ്ടനം ചെയ്യും. തലമുടിയിൽ അല്പം മുറിക്കും. അല്ലെങ്കിൽ തവാഫ് ചെയ്ത് വന്നിട്ട് മുടി മുറിക്കും. 2 രൂപത്തിൽ കേട്ടാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ലാസ്റ്റ് കാണുന്നില്ലേ, അത് പാലസാണ്. അമീർമാര് താമസിക്കുന്ന ആ 2 മേലെ അല്ലാതെ തറ കണ്ടില്ലേ? ഇവിടെ ഓരോ ബെഡ് വിരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ചെറിയ, നമ്മളെ ഈ സീറ്റിന്റെ അത്ര അല്ലെ, സീറ്റിന്റെ അത്ര തന്നെ വീതിയുള്ള ബെഡാണ് ഉണ്ടാവുക. ബെഡ് സ്പേസ് ആണ് ഉണ്ടാവുക. എന്തിന്? നമുക്ക് മിനയിൽ ടെന്റിൽ രാപ്പാർക്കാൻ. നമ്മളിവിടെയാണ് രാപ്പാർക്ക. ഇതാണ് പ്രധാനപ്പെട്ട പാലം, കിങ് അബ്ദുള്ള എന്ന് പറയും ഈ പാലത്തിന്റെ പേര്. ഈ പരിസരത്തൊക്കെ ആയിരുന്നു നമ്മളെ ഇന്ത്യയിൽ നിന്ന് വന്ന കൂടുതൽ ഹജ്ജാജിമാർ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. ആ പള്ളി കുവൈത്ത് മസ്ജിദ് എന്ന് പറയും. ഈ കുവൈത്ത് മസ്ജിദിന്റെ ഈ പരിസരത്തൊക്കെ ആയിട്ട് മിനയാണ് കേട്ടോ. ലക്ഷക്കണക്കിന് അപ്പുറപ്പുറമൊക്കെ നോക്കുക, ലക്ഷക്കണക്കിന് ഹജ്ജാജിമാര് ഒറ്റ ദിവസങ്ങളിൽ താമസിക്കുന്ന മിനയിലെ ടെന്റുകളാണിത്. ഇതിപ്പോ ആധുനിക കാലത്ത് തീ പിടിക്കാത്ത രൂപത്തിലുള്ള ശീതീകരിച്ച ടെന്റുകളാണ്. ഇവിടൊക്കെ വൃത്തിയാക്കുന്നത് കണ്ടോ. ജംറയിൽ നിന്ന് എത്ര വരണം നോക്കി. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ജംറയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ തിരിയും അല്ലേ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടെന്റുകളുള്ള സ്ഥലമാണ് ഇത് മിന. മുമ്പ്